ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് തോർപ്പ് പാർക്കിൽ പോവാണ്. ഇവിടെ അടുത്തുള്ള ഒരു വാട്ടർ തീം പാർക്കല്ല, അമ്യൂസ്മെന്റ് പാർക്കാണ്. അവിടെ ഞങ്ങൾ രണ്ടും മാത്രമല്ല, സോനു ഉണ്ട്, ഉണ്ണിയുണ്ട്. നമ്മൾ രണ്ടും കൂടിയിട്ട് പാർക്കിൽ പോവാണ്. ശരി, നമ്മൾ നാലും കൂടി പാർക്കിൽ പോവാണ്. അപ്പൊ നമുക്ക് പാർക്കിലെ വിശേഷങ്ങളുമായിട്ടാണ് ഫുൾ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെ, വെയിലുണ്ട് ഗൈസ്, നല്ല വെയിലത്താണ് പാർക്ക് പോകുന്നത്. അതെ, കഴിവായിരിക്കും വൈകുന്നേരം അവസ്ഥയില്ല. ഗൈസ്, പേടിയുള്ള മൂന്നാൾക്കാരും ധൈര്യമുള്ള ഒരാളാണ് ഞാൻ ആദ്യം തന്നെ മറ്റേ ഇതെടുത്തു. അതെ, എനിക്ക് ഹൈറ്റ് പേടി. ഇത് രണ്ടുപേരാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത്. നമ്മള് പാർക്ക് 10 മണിക്കാണ് തുടങ്ങാം. അപ്പം നമ്മള് നേരത്തെ എണീറ്റു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. നമ്മള് ബ്രെഡും ഓംലെറ്റും ചായയായിരുന്നു കഴിച്ചത്. പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി നമ്മള് സമയത്തിന് ഇറങ്ങി. ശരിക്കും പറഞ്ഞ സമയത്തിന് ഇറങ്ങിയത് എന്തുണ്ടാന്ന് വെച്ചാൽ നമുക്കറിയില്ലായിരുന്നു. 9 മണിക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ 9:30 ആകുമ്പോൾ റെഡിയായി. അപ്പോഴത്തേക്കും 10 മണിക്കായിരുന്നു ഒറിജിനൽ ടൈം. അതെ, സമയം മാറ്റി പറഞ്ഞു. അതുകൊണ്ട് കറക്റ്റ് ടൈമിൽ ഇപ്പൊ ഇറങ്ങാണ്. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ ആണെന്ന് കേട്ടിട്ടുണ്ട്. രാവിലെ പോയിട്ട് എന്തായാലും തിരക്കുണ്ടാവും. പിന്നെ ഇത് ലോങ് വീക്കെൻഡ് ആണ്, തിങ്കളാഴ്ച ബാങ്ക് ഹോളിഡേ ആണ്. അപ്പൊ എന്തായാലും തിരക്കായിരിക്കും. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും ചെയ്തില്ല. ആരൊക്കെ 2-3 സ്റ്റോറി കണ്ടിട്ടുണ്ട് ഈ പാർക്ക്. അമ്യൂസ്മെന്റ് പാർക്കാന്ന് തോന്നുന്നു. കുറച്ച് വാട്ടർ റൈഡ്സ് ഉണ്ട്. അതെ, പക്ഷെ കൂടുതലും ഡ്രൈ റൈഡ്സ് ആണ് അവിടെ ഉള്ളത്. അറിയില്ല ഹൈറ്റ് എത്ര സെറ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷേ മാക്സിമം ഞാനും നാളെ ഉണ്ട് ഒരെണ്ണം. അപ്പം ഞാൻ പോയിട്ടുണ്ട് ഇവിടെ. അപ്പൊ എനിക്ക് തോന്നിയത് കുറച്ചുകൂടെ എക്സ്ട്രീം ആയിട്ടുള്ള റൈഡ്സ് ആണ് അവിടെ ഉള്ളത്. ഞാനിത് ഇവളോട് പറയാതിരിക്കായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കും, പക്ഷെ അല്ല. ഇവിടെ ഞങ്ങളെന്ന് പറഞ്ഞ സ്ഥലം നല്ല സ്വാന. അത് നമ്മൾ ബ്രെഡ് എല്ലാം കൊണ്ടുപോയി ഇങ്ങനെ വരും. അതാണ് എന്റെ ബസ് കേട്ടോ, 446. ഈ ബസ്സിനാണ് ഞാൻ പോണത്. ബ്രെഡ് കൂട്ടി അടിക്കാനല്ല. എന്തെങ്കിലും കിട്ടുന്ന അത് മറ്റേ ഇമോജി സംസാരിക്കുന്നില്ല, അത് അതിന്റെ മുഖത്ത് ഇങ്ങനെ. തൊട്ടടുത്താണ്, 7 മിനിറ്റ് ഉള്ളൂ. അല്ല, സെക്കൻഡ് ടൈം ആണ് പോണത്. നമ്മള് ഇപ്പൊ എത്തും. ഫുള്ളാണ് പാർക്കിംഗ്. കണ്ടില്ല, നിറച്ച ആൾക്കാരുണ്ട്. അപ്പൊ എത്ര നേരം ക്യൂ നിന്നാലോ പോകാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അതെ, പ്ലേ കാണാനൊക്കെ പറ്റുന്നുണ്ട്. അതാണ് എൻട്രി. കേറാൻ പോവാണ്. ഫസ്റ്റ് റൈഡ് കണ്ടപ്പോ തന്നെ ഇത് നല്ല ഡാർക്കാണ്. നമ്മൾ ആദ്യത്തെ റൈഡ് കയറാൻ പോവാണ്. ആദ്യം പേടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുഴപ്പമില്ല. എനിക്ക് ചെറിയ പേടിയുണ്ട്, പക്ഷെ ഇവളുടെ അത്ര പേടി വരുന്നില്ല. പക്ഷെ കുഴപ്പമില്ല, വന്നില്ലേ, കേറിയേ പറ്റുള്ളൂ. എന്താ തോന്നുന്നേ? തിരിച്ചു പോവാൻ തോന്നുന്നു. പേടിക്കണ്ട. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ആദ്യം
വിറച്ചിട്ട് ഇപ്പോഴും വിറയില് മാറിയിട്ടില്ല. ഭയങ്കര എല്ലാം കുറച്ച് എക്സ്ട്രീം ആണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം എക്സ്ട്രീമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മാനസിക വിസ്മയൊക്കെ ഞങ്ങൾക്ക് സിമ്പിൾ ആയിരുന്നു, പക്ഷെ ഇതങ്ങനെയല്ല. പെട്ടെന്നൊരു മിന്നായം പോലെ അങ്ങ് പോയി. ഓ ഭയങ്കര സ്കെയറിയാണ് കേട്ടോ, പക്ഷെ രസമുണ്ട്. നമ്മൾ അടുത്ത റൈഡ് കയറാൻ പോവാണ്, രണ്ടാമത്തെ റൈഡ്. ആദ്യത്തെ റൈഡ് ഭയങ്കര സ്കെയറി ആയിരുന്നു, രണ്ടാമത്തെ റൈഡ് അത്രയ്ക്ക് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കും. ഇവിടെ പോയ ആൾക്കാരവിടെ വരും, തിരിച്ചു വരും. രണ്ടുപേരും അവിടെ ഫോട്ടോ ഉണ്ടായിരുന്നു, അപ്പൊ ഫോട്ടോ എടുത്തിട്ട് നോക്കാണ്. റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നല്ലേ? ആദ്യത്തേനേക്കാളും സൂപ്പർ ആയിരുന്നു രണ്ടാമത്തെ. സഞ്ജ, രണ്ടാമത്തെ റൈഡാണ് ആദ്യത്തെ റൈഡ് ആണോ? ആദ്യത്തേനേക്കാളും ഇഷ്ടപ്പെട്ടാ? ഓക്കെ. ആദ്യം ചത്ത് ചത്ത് ചത്ത്. നമ്മൾ UK-ലെ ഏറ്റവും വലിയ റോളർ കോസ്റ്ററിലാണ് ഇത് കയറാൻ പോകുന്നത്. UK-ലെ ഏറ്റവും വലിയ റോളർ കോസ്റ്ററിലാണ് കയറിയേക്കുന്നത്. ഏറ്റവും വലിയ റോളർ കോസ്റ്ററാണിത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. കണ്ണ് തുറക്കുമ്പോൾ, കണ്ണ് പകുതി സമയം അടച്ചാണ് ഞാനിരുന്നത്, പക്ഷെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് നല്ല പച്ച കളറുള്ള കുറേ എന്താ പറയുക, റിവറോ തടാകമോ എന്തൊക്കെയോ കാണുന്നുണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു, പക്ഷേ ഭയങ്കര ടെൻഷനുമായിരുന്നു അതേസമയം. ഇതുണ്ട്, ആ പോക്ക് പോണുണ്ടോ? നമുക്ക് ആദ്യമൊക്കെ ചെറിയൊരു മിറർ ഹൗസ്, അങ്ങനെ കുറച്ച് റിലാക്സ് ആവാൻ വേണ്ടി ഒരു സാധനത്തിലേക്ക് പോവാണ്. തോന്നുന്നില്ല, കയറി കഴിഞ്ഞാൽ ഞാൻ ട്രാപ്പ് ആവാൻ തോന്നുന്നു. രണ്ട് ഇവര് കയറി ഒന്നും ഞാൻ ഒഴിവായിട്ടുണ്ട് ഇപ്പൊ നൈസ്. നമ്മളത് കഴിഞ്ഞിട്ട് സിനിമ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഉണ്ട്. You look like you've been on the road for a while. But before you can enter the safe zone, you need to answer 3 questions. You at the back. How many walkers have you killed? എന്ത് വലിയ സ്ഥലമാണെന്നുണ്ടോ, ഒരു ഐഡിയയും കിട്ടൂല നമുക്ക്. ഓളല്ല, താഴെ കുഴിയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. KFC-യിലാണ്. ലോങ് ക്യൂ ആണ്. അപ്പം അവർ രണ്ടുപേരും ഫുഡ് എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാം. തിന്നാൻ പേടിയുണ്ടോ കൊച്ചിന്? നെക്സ്റ്റ് ഒരു വാട്ടർ റൈഡിലേക്കാണ് പോകുന്നത്. ഇത് കുറച്ച് എക്സൈറ്റഡ് ആണ്, കുറച്ച് മര്യാദക്കുള്ള റൈഡാന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഭയങ്കര എക്സ്ട്രീം ആയിരുന്നു. ആവില്ല, വെള്ളമൊന്നും ആവില്ല. ഇതിന്റെ എൻട്രൻസ് കണ്ടുപിടിക്കണല്ലോ. ഓ ഇച്ചിരി ആവുന്നുണ്ട്, അതാരില്ല, ഉണങ്ങും വേഗം. ഈ റൈഡിലാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത്. മനസ്സിലായി. നിറഞ്ഞിരിക്കണ്. മറിക്കണം, നമുക്കിത് മറിക്കണം.
should hold on at all times and phone away. ആയില്ല അത് കുറച്ച് കല്ലിന്റെ അടുത്ത് കിട്ടുമ്പോ കല്ല് തട്ടും. ക്യാമറ ഉണ്ട്. ക്യാമറ പറഞ്ഞത് കുറച്ച് വാട്ടർ റൈഡൊക്കെ ചെയ്ത് നനഞ്ഞിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. അടുത്തത് കയറാൻ പോവാണ്. നമ്മളുടെ ബ്ലോഗിന്റെ അവസാനം ആവാറായി. ലാസ്റ്റ് റൈഡ്, പ്രോബബ്ലി ഇത് ലാസ്റ്റ് റൈഡ് ആയിരിക്കും ഇത്. കാരണം സമയം കഴിയാറായി, 7 മണിയോട് ആവാറായി. ഇപ്പൊ ഇവിടെ കുറെ നേരം വെയിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് റൈഡ് നമ്മള് അതെ നമ്മളിനിയിപ്പം പിന്നെ ഈ റൈഡ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ മതിയാക്കുമായിരിക്കും. ഇനി സമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ എല്ലാം ഒരു റൈഡും കൂടെ കയറുമായിരിക്കും. അത്രേ ഉള്ളൂ. And y'all need to space yourselves even. ഞാൻ കാലിന് പേര് പറഞ്ഞു പക്ഷെ കഴിഞ്ഞു. പോകുമ്പോ ഒരാൾ എക്സ്ട്രാ ഒരു ചായ എന്താ പറയുന്നത് ഒരു ടെഡി അതെ. അവിടെ കുറെ ഇങ്ങനെ മറ്റേ ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ട്രൈ ചെയ്താണ്. അങ്ങനെ ട്രൈ ചെയ്തതാ സാധനം. സോ ഹാപ്പി ഗൈസ് അല്ലേ? അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ തോർപ്പ് പാർക്കിലെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കൂടെ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. കണ്ടോ? സോനിയുടെ എല്ലാ കൺഗ്രാറ്റുലേഷൻസ് സോനി. താങ്ക് യു. അപ്പൊ നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അത് തന്നെ തരാമല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തോ ഇന്ന്? എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെ, നല്ല രസമുണ്ടായിരുന്നു. അടിപൊളി, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. ബൈ.